എന്താ മോളെ, നീ ഒറ്റയ്ക്കാ വന്ന? ഒറ്റയ്ക്കാണെങ്കിലും ഇരട്ടയ്ക്കാണെങ്കിലും ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. എന്തു പറ്റി? അതാ ഞാനും ചോദിക്കുന്നേ. നന്ദൻ എന്താ പറ്റിയ? അവനെവിടെ? നീ ഇടന്ന് ബഹളം വയ്ക്കാതെ. അവന് പനി കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാ. അവന് പെട്ടെന്ന് ഇങ്ങനെ പനി വരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചാ ചിലപ്പോ കൊതു കുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായുവിൽ കൂടെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ പനി വരാറ്. അച്ഛനെന്താ തമാശ പറയാണോ? അതെ, മോക്ക് തമാശ ഇഷ്ടമല്ല. അമ്മേ, നന്ദൻ എന്താ പെട്ടെന്ന് അസുഖം വന്നേ? അത് നീ ഞങ്ങളോട് ചോദിച്ചാ ഞങ്ങൾക്ക് എങ്ങനെ അറിയും മോളെ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? വീട്ടിലൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വരുമ്പോ സാധാരണ ഒരാൾ ചോദിക്കുന്ന ചോദ്യമല്ലേ ഞാനും ചോദിച്ചോളൂ. അതും കുറ്റം തന്നെയാണോ? അത് ഞാൻ വന്ന് തെറ്റായി പോയോ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ, ആകെ ഒരു പ്രയാസത്തിൽ എവിടെ ഉള്ളവരൊക്കെ. ഞാൻ ഈ വീട്ടിലല്ലേ, എനിക്കും ഉണ്ടമ്മേ അതുപോലെ പ്രയാസം. എന്താ അച്ഛ ഇവിടെ നടക്കുന്നേ? എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. അതാ ഓടി ഇങ്ങ് വന്നേ. നീ ഓടിയും നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ബഹളം വയ്ക്കല്ലേ നീ. ഗിരീഷ് വന്നിട്ടുണ്ടോ? ഇല്ല, ഗിരി ഒരു മീറ്റിംഗിലാ. മീറ്റിംഗ് കഴിഞ്ഞ് ഒരുമിച്ച് പോകാന്ന് ആള് നിർബന്ധം പോലെ പറഞ്ഞതാ. എനിക്ക് പക്ഷെ അത്രയും കാത്തിരിക്കാനുള്ള മനസ്സില്ല. എവിടെ നന്ദൻ? ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അവൻ ഉറങ്ങുക. ഞാൻ കണ്ട ഉറക്കം പോവോ? മാറങ്ങോട്ടെ. ഞാൻ അവനവിടെ പോയി എന്ത് ബഹളം വയ്ക്കുമെന്തോ. ഇപ്പോ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ നന്ദു? ഞാൻ താഴേക്ക് ചെല്ലട്ടെ, കുറച്ച് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടുവരാം. മോനെ നന്ദ, എന്താടാ നിനക്ക് പറ്റിയേ? ചേച്ചിയോട് പറ, എന്താ കാര്യം? നീ ആശുപത്രി പോയെന്നൊക്കെ അറിഞ്ഞു. എന്താ പറ്റിയേ? ഗിരി കുറച്ചു കഴിഞ്ഞ് എത്തും. വിവരം അറിഞ്ഞ് ഗിരിയും നല്ല മനപ്രയാസത്തിലാ. നിനക്കിപ്പോ എന്താ വിഷമം? ചേച്ചി, ഇപ്പൊ വിഷമമൊക്കെ മാറി. പനി കൂടി അതിന്റെ ചില പ്രശ്നങ്ങളായിരുന്നു, എല്ലാം മാറി. ഞാൻ എന്റെ അനിയനോടല്ലേ സംസാരിക്കുന്നേ. നീ ഒന്ന് വെറുതെ നിൽക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അതെനിക്കറിയില്ലേ. അതല്ലെങ്കിലും ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്ത് കുഴപ്പം വരാനാ? നോക്ക്, കുറച്ചു ദിവസം വേണമെങ്കിൽ നീ ചേച്ചിയുടെ കൂടെ ഗിരിയുടെ വീട്ടിൽ വന്ന് നിൽക്ക്. നിന്റെ വീർപ്പുമുട്ടലൊക്കെ മാറും. അപ്പൊ തന്നെ നിനക്ക് പകുതി ആശ്വാസം കിട്ടും. എനിക്കറിയാം നിനക്കിപ്പോ നല്ല മനപ്രയാസമുണ്ട്. അതിന്റെ പുകച്ചില നിന്റെ ഇപ്പോഴത്തെ അസുഖത്തിന് കാരണം. നിനക്കിപ്പോ ജീവിതം തന്നെ മടുത്തു പോയല്ലേ? ചേച്ചി പ്ലീസ്, അങ്ങനൊന്നും സംസാരിക്കണ്ട. എങ്ങനെയൊന്നും സംസാരിക്കണ്ടെന്ന്? ഇത് എന്റെ കൂടപ്പറപ്പാ. ഇവനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഇടപെടും, ചോദിക്കും. അതിൽ നീ തലയിടേണ്ട കാര്യമില്ല. ഞാൻ ഇവനെ കണ്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാ നീ കാണുന്നേ. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്കരെ അഭിപ്രായം പറയാൻ നീ വരണ്ട. പറയാൻ വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് അസംബ്ലിയില്. അവിടെ ഇരിക്കുന്നവര് നീ പറയുന്നത് കേൾക്കും. പക്ഷേ രജനി അതിന് കിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല ചേച്ചി. മോനെ, നീ നല്ല സന്തോഷമായിട്ടിരിക്കെ. നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് പകുതി ആശ്വാസം കിട്ടി. ചേച്ചി ചെല്ല, എനിക്കൊന്ന് തനിച്ചിരിക്കണം. ആ, ഞാനിവിടെ നിന്നാ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ താഴെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൻ വിളിച്ചാ മതി. അല്ലെങ്കിൽ വേണ്ട, നീ മിസ് കോൾ ഇട്ടാ മതി. ചേച്ചി ഓടി വരാം. റെസ്റ്റ് എടുക്കേ.